യാതൊരു കാരണവശാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പാടുള്ളതല്ല. ഗതാഗത തടസ്സം നേരിടുന്നതിനാൽ ഭീമാപ്പള്ളി പൂന്ത റോഡിന്റെ ഇരുവശങ്ങളിലായി യാതൊരു കാരണവശാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പാടുള്ളതല്ല. ഭക്തജനങ്ങളുടെയും സന്ദർശകരുടെയും വാഹനങ്ങൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യുന്നതിനായി നിരവധി രാത്രി ബഹുമാനപ്പെട്ട അൽ ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി അവർകൾ മതപ്രഭാഷണം നടത്തുന്നു. ഏവരെയും ഞങ്ങൾ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം.
മുഹമ്മദ് സിയം മടവൂരിൻ ഹാലും മുഹമ്മദ് വലിയുള്ള തുപ്പനച്ചിയും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻട്രൻസിൽ നിന്ന് വരാനുള്ളത് വോളണ്ടിയർമാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് മെയിൻ ഗേറ്റ് പ്രവേശിക്കുന്ന ആള് നല്ല കുറവാണെന്ന് തോന്നുന്നു അല്ലേ? കമ്മ്യൂണിറ്റി സെന്റർ വഴി പാർക്കിംഗ് ഏരിയയിലേക്ക് കടക്കുന്ന ഞാൻ പറഞ്ഞല്ലേ ഇന്ന് സ്കൂൾ
ഓരോരുത്തരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഭക്തജനങ്ങളും സന്ദർശകരും നിങ്ങളുടെ കൈക്കുഞ്ഞുങ്ങൾ
ദിവസത്തോളം ഞങ്ങൾ അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ വന്നവരുണ്ട്, ഇതിനു വേണ്ടി സിദ്മ ചെയ്തവരുണ്ട്, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്. അല്ലാഹുവേ, ഒത്തൊരുമിച്ച് ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്നു. സാധുക്കളാകുന്ന ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ്, നീ പുറത്തു തരണം റഹ്മാനെ. നീ ഞങ്ങളെ വെറും കൈയോടെ തട്ടല്ല റഹ്മാൻ, നീ ഞങ്ങളെ വെറും കൈയോടെ നീ തട്ടല്ല. നീ അല്ലാതൊരു ഉറപ്പ് ഞങ്ങൾക്കില്ല, നീ അല്ലാതൊരു റബ്ബ് ഞങ്ങൾക്കില്ല, നീ അല്ലാതൊരു റബ്ബ് ഞങ്ങൾക്കില്ല. സാധുക്കളാകുന്ന ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു, ഈ അടിമകൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്, ഞങ്ങളുടെ അവസാനം നന്നാക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കണം റഹ്മാനെ, സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കുക റബ്ബേ. വാലിമീങ്ങളുടെ ഉൽമിൽ നിന്ന് നീ കാക്കുക അല്ലാഹ്, ചതിയന്മാരുടെ ചതിയിൽ നിന്ന് നീ കാക്കുക അല്ലാഹ്, മുനാഫിക്കീങ്ങളുടെ നിഫാഖ് തരത്തിൽ നിന്ന് നീ കാക്കുക അല്ലാഹ്, ചതിയന്മാരുടെ ചതിയിൽ നിന്ന് നീ കാക്കുക റഹ്മാനെ. മുഖം നോക്കി ചിരിക്കുകയും കുറച്ചപ്പുറത്ത് പോയി പല്ലെടുക്കുകയും ചെയ്യുന്ന വിഭാഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ നാടിന് പടച്ചവനെ കാവലാകുന്ന ഭരണാധികാരികളെ നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ നാടിന് കാവലാകുന്ന ഭരണാധികാരികളെ നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, നീ എല്ലാതൊരു ഞങ്ങൾക്ക് സാധുക്കളാകുന്ന ഞങ്ങൾ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്. ആ തെറ്റുകൾക്ക് പടച്ചവരെ നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ല റബ്ബ്, നീ പിടിച്ചു ശിക്ഷിക്കല്ല റഹ്മാനെ. ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയി. സാധുക്കളാകുന്ന ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹതിമാരുടെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ മറവിട്ടെടുക്കുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് സാധുക്കളാകുന്ന ഞങ്ങളെ വെറും കൈയോടെ നീ തട്ടല്ല റഹ്മാനെ. ഇജാബത്തുള്ള സമയം, സുബയോടടുത്ത സമയം, സാധുക്കളാകുന്ന ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ നീ വെറുതെയാക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുക റബ്ബേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകാവ. പടച്ചവനെ, ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ, അറ്റാക്ക് നീ നൽകല്ല അല്ലാഹ്, പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാഹ്, മാറാത്ത ഊരവേദനകൾ, തലവേദനകൾ, കൈക്കാൽ കടച്ചിലുകൾ, അപസ്മാര രോഗങ്ങൾ, പടച്ചവനെ, വയറ്റിന്റെ ഉള്ളിൽ പ്രയാസമുള്ളവരുണ്ട്, ഗർഭാശയവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ മുഴ വന്നവരുണ്ട്, കുമിളുകൾ വന്നവരുണ്ട്, പരിസരത്തിനുള്ള പരിശോധനകൾ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണം അല്ലാഹ്, നീ ശിഫ നൽകണം റഹ്മാനെ. പടച്ചവനെ, രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനെ, രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനെ. പടച്ചവനെ, ഒരു റോഡിന്റെ അരികിൽ നിന്ന്, ഒരു ഹമ്പിന്റെ ചാരത്തോ ഒരു കുഴിയുടെ ചാരത്തോ നിന്ന് ഒരു ബക്കറ്റ് കാണിച്ച് ആ ബക്കറ്റിന്റെ മുകളിൽ ഞങ്ങളെ ഫോട്ടോ പൊട്ടിച്ച് പിരിവെടുക്കേണ്ട രോഗികൾ ഞങ്ങൾക്ക് തരല്ല. നീ തരല്ല റഹ്മാനെ, നീ തരല്ല റഹ്മാനെ, നീ തരല്ല അല്ലാഹ്. രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ഒരു യൂട്യൂബർ അടുക്കൽ ചെന്നുകൊണ്ട് ഗൂഗിൾ പേക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്, നീ തരല്ല. ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ വല്ല രോഗങ്ങളും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ, നീ ശിഫയാക്കണം റഹ്മാനെ. പടച്ചവനെ, രോഗികളായി കടന്ന് സ്വന്തം മക്കളും കുടുംബങ്ങൾക്ക് വെറുത്ത് ഏതെങ്കിലൊക്കെ മജിലിസിൽ എന്റെ വാപ്പാക്കും മരണം ഹൈറാണെങ്കിൽ മരിപ്പിക്കണമായിരുന്നു അവസ്ഥയെ. അതല്ല ഹയാത്താണെങ്കിൽ അവനെ നല്ല വാഹനത്തിൽ ജീവിപ്പിക്കണമെന്ന് ഒരു എഴുത്ത് ഞങ്ങൾ മരിക്കാൻ വേണ്ടി മക്കൾ എഴുതി കൊടുക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ഇനി തരല്ല. ഇതെല്ലാം പഠിച്ചവരെ ഒരുപാട് രോഗികളുണ്ട്, ഈ സദസ്സിൽ വന്നവരുണ്ട്. ഈ 10 ദിവസത്തെ ഉറൂസിനിടയിൽ ഒരുപാട് ഡോക്ടർമാർ കൈവിടുന്ന രോഗികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ഉള്ളവരുണ്ട്, ഈ സദസ്സിലുള്ളവരുണ്ട്. പടച്ചവരെ, നീയാണ് ഡോക്ടർ, നീയാണ് ഞങ്ങളെ പടച്ചവൻ, രോഗം തന്നവൻ നീയാണ്.
മാറ്റുന്നതും നീയാണ്. അല്ലാഹുവേ നീ ശിഫ നൽകണമേ. പടച്ചവനെ ഞങ്ങളെ കൊണ്ടുള്ള ഖിദ്മ ഈ ദുനിയാവിൽ എപ്പോൾ അവസാനിച്ചു എന്ന് നീ കണക്കാക്കുന്നുവോ ആ സമയം വരെ റാഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ജീവിച്ച് മരിക്കാൻ നീ ആക്ഷിപത്ത് നന്നാക്കി തരണം. ആക്ഷിപത്ത് നന്നാക്കി. ഒരുപാട് പള്ളികൾ മദ്രസകൾ ഞങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഓടുന്നവരാണ്. ഞങ്ങളെ വീടുകളിൽ ഒരു 4 മണിക്കൂർ സമയം രാത്രികളിൽ ഉറങ്ങിയ കാലങ്ങൾ മറന്നുപോയിട്ടുണ്ട്. അല്ലാഹുവേ 313 മദ്രസകൾ, ആ മദ്രസകളിൽ 252 മദ്രസകൾ പൂർത്തിയാകുന്നു. അല്ലാഹുവേ ആ മദ്രസകൾ മുഴുവനും നീ കബൂലാക്കണം റഹ്മാനേ. ഏതെല്ലാം സദസ്സിൽ വെച്ചുകൊണ്ട് എന്റെ ദീനിനു വേണ്ടി ഞാൻ കൈ നീട്ടാറുണ്ട്. അല്ലാഹുവേ അത് മുഴുവനും നീ കബൂലാക്കണം റഹ്മാനേ. ഇജാബത്തുള്ള മജ്ലിസാക്കണം അല്ലാഹ്, ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. പടച്ചവരെ ഇവിടെ വന്നു പോയവർ, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ, പടച്ചവരെ അവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനേ. പടച്ചവരെ ഇവിടുത്തെ പോലീസുകാര് ഭരിക്കും, എല്ലാവരും ഭരിക്കും. പക്ഷെ ഈ സദസ്സ് ഭരിക്കൂല. അന്ന് ഇവിടെ നേതൃത്വം നൽകാൻ ആളുകൾ അല്ലാഹു തആല നിശ്ചയിക്കും. അവരുടെ ദുആകളിൽ സാധുക്കളാകുന്ന ഞങ്ങളുടെ ഈ ഖിദ്മ നീ കബൂലാക്കി പടച്ചവരെ ആ ദുആയിൽ ഒരു ഇടം നീ നൽകണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മമാർ, ഉമ്മാമ്മമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, പടച്ചവനെ പലവരും മരിച്ചുപോയി. അവരുടെ ഖബറിലേക്ക് മജ്ലിസിന്റെ സവാബിനെ എത്തിക്കണം റഹ്മാനേ. അടുത്ത വർഷവും ഇതുപോലെ ഞങ്ങൾക്ക് സംഗമിക്കാൻ ഈ തൗഫീഖ് നൽകണം അല്ലാഹ്, ഹിമ്മത്ത് നൽകണം അല്ലാഹ്, ആരോഗ്യം നൽകണം റഹ്മാനേ. ഇവിടുന്ന് ഞങ്ങൾ 10 ദിവസത്തെ ഈ മജ്ലിസ് കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് കുടിയിറക്കി പടച്ചവരെ പോകുമ്പോൾ ഞങ്ങളുടെ ശരീരത്തുള്ള പൈശാചികം, മാനസികം, പടച്ചവനെ സാമ്പത്തികം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ ഉയർത്തിയ കുടി താവലോടുകൂടെ എല്ലാം നീ ഉയർത്തിക്കളയണം റഹ്മാനേ. നീ ഉയർത്തിക്കളയണം റഹ്മാനേ. അല്ലാഹുവേ ഈ നാട്ടിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്, പരിസരങ്ങളിൽ ബറക്കത്ത് നൽകണം റഹ്മാനേ. ബീവി ഉമ്മയുടെ നെവർ നൽകണം റഹ്മാനേ. അവിടുത്തെ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. അല്ലാഹു എല്ലാ പ്രയാസത്തിനും ഞങ്ങളെ നീ കാക്കുക അല്ലാഹ്. പടച്ചവരെ ഞാൻ ഇവിടെ വന്നാൽ എന്നെ ക്ഷണിച്ചവരുണ്ട്, ഞാൻ ഇവിടെ റെയിൽവേയിൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഹോദരനുണ്ട്, എനിക്ക് താമസിക്കാൻ സൗകര്യമാക്കിയവരുണ്ട്, പടച്ചവരെ അങ്ങനെ ഖിദ്മ ചെയ്ത ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും നീ ഖൈർ നൽകുക റഹ്മാനേ. ഞങ്ങളെ ഡ്രൈവർമാര്, ഖാദിമീങ്ങള് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹ് പടച്ചവനെ ഒരുപാട് ആളുകൾ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആക്സിഡന്റിൽപ്പെട്ട ആളുകളുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകുക റഹ്മാനേ. ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്. ഒരു തുള്ളി ഭരിക്കും, എല്ലാവരും ഭരിക്കും. പക്ഷെ ഈ സദസ്സ് ഭരിക്കൂല. അന്ന് ഇവിടെ നേതൃത്വം നൽകാൻ ആളുകൾ അല്ലാഹു തആല നിശ്ചയിക്കും. അവരുടെ ദുആകളിൽ സാധുക്കളാകുന്ന ഞങ്ങളുടെ ഈ ഖിദ്മ നീ കബൂലാക്കി പടച്ചവരെ ആ ദുആയിൽ ഒരു ഇടം നീ നൽകണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മമാർ, ഉമ്മാമ്മമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, പടച്ചവനെ പലവരും മരിച്ചുപോയി. അവരുടെ ഖബറിലേക്ക് മജ്ലിസിന്റെ സവാബിനെ എത്തിക്കണം റഹ്മാനേ. അടുത്ത വർഷവും ഇതുപോലെ ഞങ്ങൾക്ക് സംഗമിക്കാൻ ഈ തൗഫീഖ് നൽകണം അല്ലാഹ്, ഹിമ്മത്ത് നൽകണം അല്ലാഹ്, ആരോഗ്യം നൽകണം റഹ്മാനേ. ഇവിടുന്ന് ഞങ്ങൾ 10 ദിവസത്തെ ഈ മജ്ലിസ് കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് കുടിയിറക്കി പടച്ചവരെ പോകുമ്പോൾ ഞങ്ങളുടെ ശരീരത്തുള്ള പൈശാചികം, മാനസികം, പടച്ചവനെ സാമ്പത്തികം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ ഉയർത്തിയ കുടി താവലോടുകൂടെ എല്ലാം നീ ഉയർത്തിക്കളയണം റഹ്മാനേ. നീ ഉയർത്തിക്കളയണം റഹ്മാനേ. അല്ലാഹുവേ ഈ നാട്ടിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്, പരിസരങ്ങളിൽ ബറക്കത്ത് നൽകണം റഹ്മാനേ. ബീവി ഉമ്മയുടെ നെവർ നൽകണം റഹ്മാനേ. അവിടുത്തെ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. അല്ലാഹു എല്ലാ പ്രയാസത്തിനും ഞങ്ങളെ നീ കാക്കുക അല്ലാഹ്. പടച്ചവരെ ഞാൻ ഇവിടെ വന്നാൽ എന്നെ ക്ഷണിച്ചവരുണ്ട്, ഞാൻ ഇവിടെ റെയിൽവേയിൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഹോദരനുണ്ട്, എനിക്ക് താമസിക്കാൻ സൗകര്യമാക്കിയവരുണ്ട്, പടച്ചവരെ അങ്ങനെ ഖിദ്മ ചെയ്ത ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും നീ ഖൈർ നൽകുക റഹ്മാനേ. ഞങ്ങളെ ഡ്രൈവർമാര്, ഖാദിമീങ്ങള് അവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാനേ. പടച്ചവനെ എപ്പോഴും എല്ലാ നാടുകൾക്കും അത്താണിയായി പ്രവർത്തിക്കുന്ന പ്രവാസികളാകുന്ന കൂട്ടുകാർ, ഇവിടെയും ഇവിടുത്തെ കൊടി ഉൾപ്പെടെയുള്ള വലിയ വലിയ പ്രവർത്തനങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് നീ ഖൈർ കൊടുക്കണം, നീ ഖൈർ കൊടുക്കണം.
അവരൊക്കെ ഗൾഫിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ജോലിയിൽ അവരുടെ കഫാലത്തിന്റെ വിഷയത്തിൽ, ഗഫീന്റെ വിഷയത്തിൽ, ബിൽഡിംഗ് ഓണർമാരുടെ പ്രശ്നത്തിനൊക്കെ ഉള്ളവരുണ്ട്. വീടിന്റെ പണി നടത്തുന്നവരുണ്ട്. പടച്ചവനെ നീ സലാമത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ഈ ബന്ധങ്ങൾ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി ഉപ്പാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഇതുപോലെ ഞങ്ങൾക്ക് കാണാം. ഭീമാപള്ളി ഉറൂസിൽ പടച്ചവനെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ കണ്ടോട്ടവരുണ്ട്. അതിന്റെ കമ്മിറ്റിക്കാരാണ്, അവിടെ വന്നോരാൻ ഹിദമ ചെയ്തവരാണ്. ആ നിനക്ക് കൽബ് കൊണ്ട് പൊരുത്തപ്പെടുന്ന ബന്ധമാക്കണം റഹ്മാനെ. ഒരൊറ്റ ആലിമിനെയും തെറി പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരമാണ് ആലിമുകൾ. ഒരു ആലിമിനെ ഗ്രൂപ്പ് തിരിച്ചോ രാഷ്ട്രീയം തിരിച്ചോ തെറി പിടിച്ചാൽ അംബിയാക്കന്മാർ വേദനിക്കുന്നുണ്ട്. ഒരൊറ്റ സയ്യിദിനെയും നിങ്ങൾ തെറി വിളിക്കരുത്. നിങ്ങൾ യൂട്യൂബിൽ തെറി വിളിക്കുന്ന ആളുകൾ, ചിലവർ ഫേസ്ബുക്കിൽ തെറി വിളിക്കുന്നവർ, ചിലവർ വേറെ കമന്റുകൾ എഴുതുന്ന ആളുകളുണ്ട്. ഒരൊറ്റ സയ്യിദിനെയും നിങ്ങൾ വേദനിപ്പിക്കരുത്. ഒരു സയ്യിദിനെ നിങ്ങൾ വേദനിപ്പിച്ചാൽ ഉപ്പാപ്പ മദീനയിൽ നിന്ന് വേദനിക്കുന്നുണ്ട്. ഉപ്പാപ്പ മദീനയിൽ നിന്ന് വേദനിക്കുന്നുണ്ട്. ഉപ്പാപ്പ വേദനിച്ചാൽ സ്വർഗം നമുക്ക് കിട്ടൂല. അവിടുത്തെ ഔദാര്യമാണ് സ്വർഗം. എല്ലാ നബിമാർക്കും ഒരു ദുആ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ദുആ എല്ലാവരും ചെയ്തുപോയി. നൂഹ് നബി അലൈഹിസ്സലാമിന് ഉത്തരം കിട്ടുന്ന ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുമായി ബന്ധപ്പെട്ട പ്രയാസത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ആ പ്രൈവറ്റ് രോഗം വന്നപ്പോ ആ രോഗത്തിന് ശിഫക്ക് വേണ്ടി ആ ഉത്തരമുള്ള ദുആയെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞുപോയി. അങ്ങനെ ഓരോ നബിമാർക്കും അല്ലാഹു ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. ആ ദുആ ഉത്തരമുള്ള ദുആയാണ്. ഓരോരുത്തരും അത് ചെയ്തുപോയി. എന്നാൽ നമ്മുടെ നബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഒരു ദുആ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ദുആ ഇതുവരെ നബി ചെയ്തിട്ടില്ല. നാളെ മഹ്ശറയിൽ ഹിസാബ് കഴിഞ്ഞ് ഓരോരുത്തരും നഫ്സി 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 നഫ്സി, എന്റെ സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ബുദ്ധിമുട്ടിലാണ് അഭ്യസിക്കുമ്പോ അവർക്കൊക്കെ നല്ല റാഹത്തുള്ള ഇണകളെ റഹ്മാനെ. പാപ്പിയും കല്യാണത്തിന് വേണ്ടി ഒരുങ്ങും. 18 വയസ്സാവുമ്പോ 19 വയസ്സാവുമ്പോ അപ്പൊ പെൺകുട്ടികള് പറയും ഞാൻ പഠിക്കുകയാണ് എന്ന് പറയും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ ഏതോ ചെക്കരി കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ഓടും. അങ്ങനെ നിയമപാലകന്മാരെ മുമ്പിലെത്തുമ്പോ പാപ്പാനും ഉമ്മാനും മുമ്പിലെത്തിട്ട് ഓര് ചോദിക്കും ആരെ കൂടിയാ പോണ്. സുബ്ഹാനല്ലാഹ്, 9 മാസം 9 ദിവസം ഗർഭം ചുമന്ന് പടച്ചവനെ മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച ഉമ്മ, പടച്ചവനെ 18 വയസ്സ് അവരെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ വാപ്പ ഗൾഫിലും അല്ലാതെയും ധാരാളം ആളുകൾ മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകളാണ് ഇവിടെ. രാവിലെ ബിസ്മിൻ ചൊല്ലി ബഹറൊക്കെ ഇറങ്ങാൻ തിരിച്ചു വരുമെന്ന് അറിയില്ല. വെള്ളത്തിന്റെ മുകളിലാണ് ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് 10 ഇഞ്ച് സാധനത്തിന്റെ മുകളിൽ ഇങ്ങനെ പോവാണ്. അള്ളാന്റെ കുതിരത്തിന് വീരാൻ ഒന്നൊരു മിനിറ്റ് വെച്ചാ എല്ലാം കഴിഞ്ഞു പോയി. ഇങ്ങനെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ വാപ്പന്റെ ഈ ഇമ്മന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാന് ആ 10 ദിവസം 1 മാസം ഒക്കെ ചാറ്റ് ചെയ്ത ആ ചെക്കന്റെ കൂടെയാ പോകുന്നതെന്ന് പറയുന്ന മക്കളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ കാക്കണം റഹ്മാനെ, നീ കാക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അതുപോലെയുള്ള ചിന്താഗതിയിൽ മാറി ഇൻഷാ അല്ലാഹ് ബാപ്പയും നിങ്ങൾക്ക് കരുതിയതുപോലെ ഇൻഷാ അല്ലാഹ് ബാപ്പന്റെയും പെണ്ണിനും പൊരുത്തം കിട്ടാതെ ഞാൻ ഒന്നും ചെയ്യൂല എന്ന് പറയുന്ന നല്ല മക്കളാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിലെ തരട്ടെ. എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന വസിയത്തോടെ ഇൻഷാ അല്ലാഹ് എന്റെ ദുആ മജ്ലിസുകളിൽ നിങ്ങളെയും ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തും. അല്ലാഹു തആല കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാർ പല ഭാഗത്തും പ്രയാസപ്പെടുന്നവരുണ്ട്. പ്രത്യേകമായി ഫലസ്തീനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കറിയാം. ഇപ്പോഴും വെടിനിർത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴും പള്ളിയിൽ കൂടുമ്പോഴും ഒക്കെ ചതി ചെയ്യുന്ന ആ ഒരു വലിയ ക്രൂരതയില്ല. അല്ലാഹുവേ, ഓ അവിടെ തുറന്നിട്ടിരുന്നേ.
ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ. ഓ എല്ലാം കഴിഞ്ഞു. അല്ല ഇത് ഡേറ്റ് കിടക്കെ തന്നെ എടുത്തെങ്കിൽ സൂപ്പറായി. എന്തിനാണ് 10 രൂപ? എല്ലാവരും ഭരിക്കും, പക്ഷെ ഈ സദസ്സ് ഭരിക്കൂല. അന്നും ഇവിടെ നേതൃത്വം നൽകാൻ ആളുകൾ അല്ലാഹു തആല നിശ്ചയിക്കും. അവരുടെ ദുആകളിൽ സാധുക്കളാകുന്ന ഞങ്ങളുടെ ഈ ഖിദ്മനി കബൂലാക്കി പടച്ചവരെ ആ ദുആയിൽ ഒരു ഇടം നീ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഉപ്പമാർ, ഉപ്പാപ്പമാർ, ഉമ്മമാർ, ഉമ്മാമ്മമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, പടച്ചവനെ പലവരും മരിച്ചുപോയി. അവരുടെ ഖബറിലേക്ക് മജ്‌ലിസിന്റെ സവാബിനെ എത്തിക്കണം റഹ്മാനെ. അടുത്ത വർഷവും ഇതുപോലെ ഞങ്ങൾക്ക് സംഗമിക്കാൻ ഈ തൗഫീഖ് നൽകണം അല്ലാഹ്, ഹിമ്മത്ത് നൽകണം അല്ലാഹ്, ആരോഗ്യം നൽകണം റഹ്മാനെ. ഇവിടുന്ന് ഞങ്ങൾ 10 ദിവസത്തെ ഈ മജ്‌ലിസ് കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് കുടിയിറക്കി പടച്ചവരെ പോകുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിലുള്ള പൈശാചികം, മാനസികം, പടച്ചവനെ സാമ്പത്തികം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ ഉയർത്തിയ കുടിത്താവലോടുകൂടെ എല്ലാം നീ ഉയർത്തിക്കളയണം റഹ്മാനെ, നീ ഉയർത്തിക്കളയണം റഹ്മാനെ. അല്ലാഹുവേ ഈ നാട്ടിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്, പരിസരങ്ങളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. ബീവി ഉമ്മയുടെ നദർ നൽകണം റഹ്മാനെ, അവിടുത്തെ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹു എല്ലാ പ്രയാസത്തിനും ഞങ്ങളെ നീ കാക്കുക അല്ലാഹ്. പടച്ചവരെ ഞാൻ ഇവിടെ വന്നാൽ എന്നെ ക്ഷണിച്ചവരുണ്ട്, ഞാൻ ഇവിടെ റെയിൽവേയിൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഹോദരനുണ്ട്, എനിക്ക് താമസിക്കാൻ സൗകര്യമാക്കിയവരുണ്ട്, പടച്ചവരെ അങ്ങനെ ഖിദ്മ ചെയ്ത ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും നീ ഖൈർ നൽകുക റഹ്മാനെ. ഞങ്ങളുടെ ഡ്രൈവർമാര്, ഖാദിമീങ്ങള് അവർക്കൊക്കെ നല്ല റാഹത്തുള്ള ഇണകളെ നൽകണം റഹ്മാനെ. പാപ്പിയും കല്യാണത്തിന് വേണ്ടി ഒരുങ്ങും. 18 വയസ്സാവുമ്പോ 19 വയസ്സാവുമ്പോ അപ്പൊ പെൺകുട്ടികൾ പറയും ഞാൻ പഠിക്കുകയാണ് എന്ന് പറയും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ ഏതോ ചെക്കരി കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ഓടും. അങ്ങനെ നിയമപാലകന്മാരെ മുമ്പിലെത്തുമ്പോ പാപ്പാനും ഉമ്മാനും മുമ്പിൽ വെച്ചിട്ട് ഓര് ചോദിക്കും ആരെ കൂടിയാ പോണ്. സുബ്ഹാനല്ലാഹ് 9 മാസം 9 ദിവസം ഗർഭം ചുമന്ന് പടച്ചവനെ മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച ഉമ്മ, പടച്ചവനെ 18 വയസ്സ് അവരെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ വാപ്പ ഗൾഫിലും അല്ലാതെയും ധാരാളം ആളുകൾ മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകളാണ് ഇവിടെ. രാവിലെ ബിസ്മിൻ ചൊല്ലി ബഹറൊക്കെ ഇറങ്ങാൻ തിരിച്ചു വരുമെന്ന് അറിയില്ല, വെള്ളത്തിന്റെ മുകളിലാണ്. ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് 10 ഇഞ്ച് സാധനത്തിന്റെ മുകളിൽ ഇങ്ങനെ പോവാണ്. അള്ളാന്റെ കുതിരത്തിന് വീരാൻ ഒന്നൊരു മിനിറ്റ് വെച്ചാൽ എല്ലാം കഴിഞ്ഞു പോയി. ഇങ്ങനെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ വാപ്പന്റെ ഈ ഇമ്മന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാന് ആ 10 ദിവസം 1 മാസം ഒക്കെ ചാറ്റ് ചെയ്ത ആ ചെക്കന്റെ കൂടെയാ പോകുന്നതെന്ന് പറയുന്ന മക്കളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ കാക്കണം റഹ്മാനെ, നീ കാക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അതുപോലെയുള്ള ചിന്താഗതിയിൽ മാറി ഇൻഷാ അല്ലാഹ് ബാപ്പയും നിങ്ങൾക്ക് കരുതിയതുപോലെ ഇൻഷാ അല്ലാഹ് ബാപ്പന്റെയും പെണ്ണിനും പൊരുത്തം കിട്ടാതെ ഞാൻ ഒന്നും ചെയ്യൂല എന്ന് പറയുന്ന നല്ല മക്കളാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിലെ തരട്ടെ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന വസിയത്തോടെ ഇൻഷാ അല്ലാഹ് എന്റെ ദുആ മജ്‌ലിസുകളിൽ നിങ്ങളെയും ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തും. അല്ലാഹു തആല കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാർ പല ഭാഗത്തും പ്രയാസപ്പെടുന്നവരുണ്ട്, പ്രത്യേകമായി ഫലസ്തീനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കറിയാം. ഇപ്പോഴും വെടിനിർത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴും പള്ളിയിൽ കൂടുമ്പോഴും ഒക്കെ ചതി ചെയ്യുന്ന ആ ഒരു വലിയ ക്രൂരതയിൽ അല്ലാഹുവേ ഓ അവിടെ തുറന്നിട്ടിരുന്നത്ര. ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ. ഓ എല്ലാം കഴിഞ്ഞു. അല്ല ഇത് ഡേറ്റ് കിടക്കെ തന്നെ എടുത്തെങ്കിൽ സൂപ്പറായി. എന്തിനാണ് 10 രൂപ?